പഠിക്കാൻ നിർവാഹമില്ല. എൻ്റെ കണ്ണീര് മഹാഗുരു കണ്ടു. എൻ്റെ ഹൃദയം വിങ്ങിക്കൊണ്ട് ഞാൻ ഒച്ചത്തിൽ ചോദിച്ചു, നിയന്ത്രണം പിടിച്ചു, സാർ ആരാണ് ഈ ശ്രീനാരായണൻ? മഹാഗുരു ഉള്ളത് കൊണ്ട്, ആർ ശങ്കർ ഉള്ളത് കൊണ്ട്, ശ്രീധരപ്പണിക്കരേട്ടൻ അവിടുത്തെ പ്രസിഡന്റ്. ആ ചോദ്യം ഇന്നും തുടരുകയാണ്. സാർ കുറച്ച് പറഞ്ഞു തന്നു, കുറെ ബുക്ക് തന്നു. ആരാ നൂറ്റാണ്ടായി ഞാൻ ഇന്നും ഈ അന്വേഷണത്തിലാണ്. കണ്ടെത്തി തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല, പ്രസംഗിച്ച് തീർക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ നന്ദിക്ക് വേണ്ടി മാത്രമാണ് എത്ര ദൂരമായാലും, എരുമേലി ആയാലും, ചേർത്തല ആയാലും, എവിടെയായാലും ഏത് ബുദ്ധിമുട്ടി സഹിച്ചും 2ഉം 3ഉം പരിപാടികൾ ഏറ്റെടുക്കുന്നത് ഈ ഒരൊറ്റ നന്ദിക്ക് വേണ്ടിയാണ്. ആ കഥ പറഞ്ഞാൽ വല്ലാത്ത സെന്റിമെൻ്റാണ്, വല്ലാതെ സെന്റിമെൻ്റ്. അറിയാതെ തന്നെ നിയന്ത്രണം പോകും. വർഷം ഇത്ര കഴിഞ്ഞാലും 10ാം ക്ലാസ് പഠിക്കുന്ന സമയം 15 വയസ്സ്. അതിനും എനിക്ക് മൂത്തത് 3 സഹോദരിമാരാണ്. ആ കൂട്ടത്തിൽ അക്കാര്യത്തിൽ ഗുരുദേവനും ഞാനും സാമ്യമുണ്ട്. ഗുരുദേവന് മൂത്തത് 3 സഹോദരിമാരാണ്. പിന്നെ എൻ്റെ ജനനം. എനിക്ക് 15 വയസ്സ്. എൻ്റെ മാതാപിതാക്കൾ 2 പേരും അധ്യാപകരായിരുന്നു. തുച്ഛമായ ശമ്പളമാണ്. അധ്യാപക ശമ്പളം 100 രൂപയാണ്. 200 രൂപ കൊണ്ട് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകണം. 8 മക്കളും മാതാപിതാക്കളും 30 സെൻറ്റ് സ്ഥലവും ഓലമേഞ്ഞൊരു വീടും. വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ്. ഈ 3 പെമ്മക്കളെ കെട്ടിച്ച് വിട്ടപ്പോഴത്തേക്ക് എനിക്ക് 15 വയസ്സായപ്പോൾ അതിന് മൂത്തത് 3നെയും കല്യാണം കഴിച്ചു വിട്ടു. കാട്ടവും ഇടവും ചീട്ടിയും പണയവും ഒക്കെ വെച്ചിട്ട് കല്യാണം നടത്തി വിട്ടു. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ വീട് വളരെ ദാരിദ്ര്യത്തിലായി. വീട് പോറ്റാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് എൻ്റെ പിതാവ് കുറച്ച് ആടുകളെ വാങ്ങിച്ചു തന്നൊരു പശുവിനെയും. സ്കൂളിൽ നിന്ന് വന്നാൽ ഇതിനെ അഴിച്ചുകൊണ്ട് മേയ്ക്കാൻ പോകും. അതാണ് എൻ്റെ പണി. കട്ടൻ കാപ്പി പോലും പലപ്പോഴും കാണത്തില്ല. എല്ലാ ദാരിദ്ര്യവും ഒരുപാട് അനുഭവിച്ചു. ദാസേട്ടന് ഞാനെന്നുള്ള മാനസിക ബന്ധവും അതാണ്. ആ മനുഷ്യനും കുറേ പട്ടിണി കിടന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയുകയും സങ്കടപ്പെടും. അമേരിക്കയിൽ പോയി, ന്യൂയോർക്കിൽ പോയി കോണ്ടിനെൻ്റൽ മെനു, ഇൻ്റർനാഷണൽ ഹോട്ടലിലെ കോണ്ടിനെൻ്റൽ മെനു ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോൾ ദാസേട്ടാ ദാസേട്ടനോട് ഞാൻ പറഞ്ഞു, ദാസേട്ടാ എനിക്കിതിനേക്കാൾ ഇഷ്ടം അവധി ദിവസങ്ങളിൽ എൻ്റെ അമ്മ ഈ കുംഭമീനം മാസങ്ങളിലൊക്കെ കപ്പയും ചേമ്പും കാച്ചിലും ചേനയും എല്ലാം കൂടെ പുഴുങ്ങി ഒരു ഇലയിലിടും. എല്ലാവരും വട്ടം കൂടിയിരുന്ന് കഴിക്കും. ചിക്കൻ ഫ്രൈ ഒന്നുമില്ല, കാന്താരിമുളക് ഉടച്ച ചമ്മന്തിയാണ്. പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്ന അതിനേക്കാൾ സന്തോഷം എനിക്ക് ഈ കോണ്ടിനെൻ്റൽ മെനുവിൽ ഇല്ല എന്ന് പറയുമ്പോൾ ദാസേട്ടൻ ഇങ്ങനെ താടി നനയുന്ന രീതിയിൽ കരയുമായിരുന്നു. അനുഭവിച്ച പട്ടിണിയുടെ കഥയൊക്കെ എന്നോട് പറഞ്ഞു. 2 ദിവസം ആഹാരം കഴിക്കാതെ അമ്മയുടെ മടിയിൽ തലവെച്ച് കരഞ്ഞ കാര്യവും, അമ്മ മുടിയിഴകളിൽ കൈതഴിക്കിയ കാര്യവും, മാമ്പഴം ചെത്തിക്കൊടുത്ത് എൻ്റെ മാങ്ങാണ്ടി ഫോർട്ട് കൊച്ചി കുഴിച്ചിട്ടത് ഇപ്പോഴും ആ മാവ് അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ സ്റ്റാർ ഹോട്ടലായി 3 നിലയ്ക്ക് മുകളിൽ ആ മാവ് നിൽപ്പുണ്ട്. അത് മാങ്ങ വാങ്ങാൻ വേണ്ടി മാത്രം ദാസേട്ടൻ വരുമായിരുന്നു. അമ്മ കുഴിച്ചിട്ട മാങ്ങാണ്ടിയാണ്. ആ പട്ടിണിയുടെ കഥയെല്ലാം മനുഷ്യൻ പറയുക. ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പണിയും എനിക്കറിയാം. കപ്പ നടാനറിയാം, റബ്ബർ വെട്ടാനറിയാം, തെങ്ങയെ കയറാനറിയാം. എല്ലാ പണിയും ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, മാതാപിതാക്കളെ സഹായിക്കാൻ പണിയെടുക്കുമായിരുന്നു. ഈ നാൽക്കാലികളെ കൊണ്ട് മേയ്ക്കാൻ പോകുന്ന അവിടെ ഇരുന്നാണ് ഹോംവർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതുമല്ല. ചിലപ്പോൾ ആ കുന്നുംപുറത്ത് നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. പ്രസംഗം പഠിച്ചത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതി. റിസൾട്ട് ഇന്നത്തെ പോലെ എഴുതി ഒട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല, നെറ്റും ഒന്നുമില്ല. പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വരും SSLCയുടെ റിസൾട്ട്. അന്ന് റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് 10ാം ക്ലാസ് ജയിച്ചോ തോറ്റോ എന്നാ ചോദിക്കുന്നത്. ജയിച്ചാൽ തന്നെ ഭയങ്കര സംഭവമാണ് അല്ലേ? ജയിച്ചോതോ, ഇന്നാ ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, ഫുൾ A+ ഉണ്ടോ? അന്ന് ജയിച്ചോ തോറ്റോ എന്നാ ചോദിക്കുന്നത്. പത്രം കാത്തു നിന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ പത്രം വായിക്കും. അന്ന് മുതൽ ഇന്നോളം വായിക്കുന്ന പത്രം, വീട്ടിൽ വരുത്തുന്ന പത്രം കേരള കൗമുദിയാണ്. ആ കേരള കൗമുദി വരുത്തുന്നതിനകത്ത് വേറെ ഒരു വലിയ രഹസ്യമുണ്ട്. മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണമെങ്കിൽ കേരള കൗമുദി വായിക്കണം. അതിൻ്റെ ഇന്നത്തെ സപ്ലിമെൻ്റ്, ലീഡിങ് പേപ്പറുകളുടെ സപ്ലിമെൻ്റ് എല്ലാം എടുത്ത് ഇന്നത്തെ നോക്കേ, കൗമുദിയുടെയും നോക്കേ, വ്യത്യാസം മനസ്സിലാകും. എഡിറ്റോറിയൽ കൗമുദിയുടെ പല പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ എൻ്റെ കൂട്ടുകാർ പലരുണ്ട്. അവരൊക്കെ മത്സരിക്കുന്നതൊക്കെ എങ്ങനെ പ്രസംഗിക്കണം എന്ന് ചോദിക്കും. പ്രസംഗം പഠിക്കാൻ ഒന്നും വേണ്ട, കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ വായിച്ചാൽ മതി എന്ന് പറയും. അത് വെട്ടി വെച്ചിട്ടുണ്ട് പലരും. പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ ഇത് വായിച്ച് പ്രസംഗകരായിട്ടുണ്ട്. അതുകൊണ്ട് അന്നും കൗമുദിയാണ് വായിക്കുന്നത്. ഇന്നും കൗമുദി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല.
ഇപ്പോൾ പിന്നെ എല്ലാം മൊബൈലിൽ കിട്ടുന്നതുകൊണ്ട് സൗകര്യം. പക്ഷേ പണ്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ 45-50 ദിവസം കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ വെമ്പറന്നവർ കൗമുദി എല്ലാം അടുക്കി വെച്ചിരിക്കും. ഒരെണ്ണം കണ്ടില്ലെങ്കിൽ ഞാൻ മുട്ടം പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ അറിയാം. ഇപ്പം അതൊന്നും വേണ്ട, ഇപ്പം എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടും. കൗമുദി കാത്തു നിന്നു, റിസൾട്ട് നോക്കി. കൗമുദി വരുന്നു, രാവിലെ 7:30 പത്രം വരുന്നു. നമ്പർ നോക്കി. എൻ്റെ തൊട്ട് മുമ്പുള്ള കൂട്ടുകാരന് നമ്പറുണ്ട്, എൻ്റെ നമ്പരില്ല. അതിൻ്റെ പിറകിലുള്ള കൂട്ടുകാരൻ്റെ നമ്പറുണ്ട്. ഞാൻ തോറ്റു. മുറ്റത്ത് കിടന്ന് വലിയ വായിലെ കരഞ്ഞു. 15 വയസ്സല്ലേ ഉള്ളൂ. വലിയ വായിലെ കരഞ്ഞു. അമ്മ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അമ്മ ഓടി, എന്താടാ കരയുന്നതേ? ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയിരുന്നു. അന്ന് വരെ ഒന്നിനും തോക്കാതിരുന്ന ഞാൻ അതിന് തോറ്റത് ഭയങ്കര സങ്കടമായി. അമ്മ പറഞ്ഞു, പത്രം കഴിഞ്ഞ് നീ തോക്കാനോ? കാക്ക മലന്ന് പറക്കും, നീ തോക്കത്തില്ല. അത് ടാബുലേഷനിൽ വ്യത്യാസം വന്നായിരിക്കും, നമുക്ക് പേപ്പർ എടുപ്പിക്കാം എന്തെല്ലാം പറഞ്ഞ് അമ്മ സമാധാനം പറഞ്ഞുകൊണ്ട് പത്രം താ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പത്രം കയ്യിലോട്ട് കൊടുത്തു. അമ്മ പത്രം വായിച്ചു. അമ്മ നമ്പർ നോക്കി. അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവരെ നമ്പർ മുകളിലാണ് കൊടുക്കുന്നത്. അത് ഞാൻ നോക്കിയില്ല. ജയിച്ചോ തോറ്റോ എന്നുള്ളത് ആ താഴോട്ട്. അമ്മ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയപ്പോൾ എൻ്റെ നമ്പറുണ്ട്. എടാ നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എനിക്ക് തന്നെ അന്നോ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞ് അമ്മ നോക്കി ചൊറിയ, നിനക്ക് തന്നെ. പിന്നുണ്ടായ സന്തോഷം പറയണ്ടല്ലോ. എൻ്റെ പഞ്ചായത്തിൽ 3 സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് കിട്ടുന്നതിന് സമമാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള ഭാഗം വളരെ സെൻറ്റിമെൻ്റാണ്. അറിയാതെ ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം പോകും, ക്ഷമിക്കുക. വൈകുന്നേരമാണ് എൻ്റെ പിതാവ് വീട്ടിൽ വരുന്നത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. റോഡിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എടാ നീ ജയിച്ചോ? അമ്മയാണ് മറുപടി പറഞ്ഞത്, അവൻ ജയിച്ചോന്നോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒത്തിരി ഉമ്മ തന്നിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കരമായി കരയുന്നു. കട്ടിലിരുന്ന് തോർത്തെടുത്ത് മുഖം തുടച്ചങ്ങ് കരയുക. ഞാൻ വിചാരിച്ച് സന്തോഷം കൊണ്ട് കരയാണ്. കുചേലിനെ കെട്ടിപ്പിടിച്ച ഭഗവാൻ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് സന്തോഷം കൊണ്ടാണോ സന്താപം കൊണ്ട് കരയുന്നത് എന്തിനാണെന്ന് അറിയില്ല. തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, എൻ്റെ മോൻ ഇത്രയും മിടുക്കനാന്ന് ഞാൻ അറിഞ്ഞില്ല. കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ എനിക്ക് നിർവാഹമില്ല. അന്ന് കോളേജിൽ അയക്കണേ വലിയ ചിലവ് വേണം, കടവും ബാധ്യതയുമാണ്. പഠിപ്പിക്കാൻ നിർവാഹമില്ല. എൻ്റെ പൊന്നുമോൻ TTCക്ക് ചേരൂലേ? കൊട്ടാരക്കരയ്ക്കടെ തിരുപ്പനങ്ങാട് TTCയുടെ സെൻ്ററുണ്ട്. പഠിച്ചാൽ ഒട്ടൻ ജോലി കിട്ടും. 1 കൊല്ലം പഠിച്ചാൽ മതി. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തെ സഹായിക്കുക. എൻ്റെ മോൻ പ്രീഡിഗ്രിക്ക് എൻ്റെ മോൻ TTCക്ക് പോകില്ലേ? മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോകാം. പക്ഷെ നെഞ്ചകം പൊട്ടുന്ന വേദനയോടാ സമ്മതിച്ചേ. ഭയങ്കര സങ്കടം. ഒറ്റയ്ക്കിരുന്ന് കരയും. ആര് കേൾക്കാൻ? എന്നെക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ കോളേജിൽ പോകുന്നു. അന്ന് കോളേജ് കുമാരൻ, കോളേജ് കുമാരി എന്നൊക്കെ. കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് MBBS പഠിക്കൊക്കെ വലിയ ഗ്രേഡാണ്. പോകാൻ നിർവാഹമില്ല. അങ്ങനെ ഇരിക്കവേ അവിടെ മുതലാണ് 16 വയസ്സ് മുതൽ ഞാൻ ഗുരുവിനെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം ഇതാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ എന്തോ ഒരു വലിയ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. 1970 കാര്യമാണ്. ഈ സങ്കടം കൊണ്ട് ആ സമ്മേളനം എന്താണെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി, പഞ്ചായത്തിൽ ആദ്യമായി ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് കൊണ്ട് എനിക്ക് അവിടെ ഒരു സ്വീകരണ സമ്മാനം തരുന്നുണ്ട്. അത് വാങ്ങിക്കാൻ പോയി. ഈ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ KPSCയുടെ നാടകമുണ്ട്. KPSCയുടെ നാടകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് മോഹൻലാൽ വരുന്നതിനേക്കാൾ ആളുകൂടി വന്നു. കൊയ്തൊഴിഞ്ഞ പാടശേഖരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിബിഡമാണ്. ആ വേദിയിൽ വെച്ച് എനിക്ക് സമ്മാനം തന്നത് SNDP യൂണിയന്റെ അന്നത്തെ പുനരൂർ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീധരപ്പണിക്കരി ഏട്ടനാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ ഭാര്യാപിതാവ് ശ്രീധരപ്പണിക്കരി ഏട്ടനാണ്. വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും വെളുത്ത നിറവും വെളുത്ത ചിരിയും വെളുത്ത മനസ്സും, അതാണ് ശ്രീധരപ്പണിക്കരി ഏട്ടൻ. ഗുരുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന മനുഷ്യനാണ്. സമ്മാനം തന്നിട്ട് എന്നോട് ചോദിച്ചു, മക്കളെ നീ എന്തിനാ മക്കളെ എന്നല്ല കുഞ്ഞെ നീ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇനി എന്തിനാ പഠിക്കുന്നത്? ഉത്തരം പറയാൻ കഴിവില്ലാതെ വേദിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ആ സമ്മാനവും മേടിച്ചുകൊണ്ട് കർട്ടൻ്റെ പുറകിലോട്ടങ്ങ് ഓടി. ആ വലിയ മനുഷ്യൻ എൻ്റെ പിറകെ വന്നിട്ട് ചോദിച്ചു, നിയോഗം തുടങ്ങുകയാണ്. വന്നിട്ട് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരഞ്ഞത്? എന്തിനു പഠിക്കുന്നല്ലേ ചോദിച്ചുള്ളൂ. കണ്ണീരടക്കാൻ നിർവാഹമില്ലാതെ കൊണ്ട് പറഞ്ഞു, TTCക്ക് പോവുക. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം സ്തംഭിച്ചിരുന്നു. അതെന്തിനാ TTCക്ക് വന്ന്? പഠിക്കാൻ നിർവാഹമില്ല. എനിക്ക് പിന്നെ നാടകം കാണണ്ട. ആ ഗ്രാമം മുഴുവൻ ആ ഗ്രൗണ്ടിലുണ്ട് നാടകം കാണാൻ. എനിക്ക് നാടകം കാണാൻ കരുത്തിൽ ഈ സമ്മാനം കൊണ്ട് വീട്ടിലോട്ട് ഓടി.
ചാണകം മെഴുകിയ തറയിൽ പുൽപ്പായിൽ കമിഴ്ന്നു കിടന്ന് ഈ സമ്മാനവും തലയ്ക്ക് വെച്ച് നേരം വെളുക്കോളം കരഞ്ഞു. പഠിക്കാൻ നിർവാഹമില്ല. എൻ്റെ കണ്ണീര് മഹാഗുരു കണ്ടു. കാരണം പണിക്കരേട്ടൻ ഗുരുവിൻ്റെ വലിയ ഡിവോട്ടിയാണ്. പണിക്കരേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് 9 മണിയായപ്പോൾ പണിക്കരേട്ടൻ വീട്ടിൽ വരുന്നു. പുനലൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ കുന്നിക്കോട് 9 കിലോമീറ്റർ അകലമുണ്ട്. അന്ന് പുനലൂർ പട്ടണത്തിൽ 2 ആൾക്കേ കാറുള്ളൂ. ഒന്ന് തോമസ് വൈദ്യനും പണിക്കരേട്ടനും. മോറിസ് മൈനർ കാറാണ്. അംബാസഡറും ബേറ്റും ഒക്കെ ഇറങ്ങുന്നതിനൊക്കെ മുമ്പാണ്. മോറിസ് മൈനർ കാർ താഴെ കൊണ്ടുവന്ന് നിർത്തി പണിക്കരേട്ടൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഞാൻ ആകെ വിഷണ്ണനായി. ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലുമില്ല. ഓലമേഞ്ഞ വീടാണ്. പണിക്കരേട്ടൻ മുറ്റത്ത് വന്നുകൊണ്ട് ചോദിച്ചു, ബാപ്പ ഇല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. ഇവർ തമ്മിൽ പരിചയമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കടയുടെ അടുത്താണ് എൻ്റെ പിതാവ് പഠിപ്പിക്കുന്ന സ്കൂള്. പരിചയമുണ്ട്. ഞാൻ പറഞ്ഞുണ്ട്. വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. മുറ്റത്തോട്ട് ഇറങ്ങി വന്നു. പണിക്കരേട്ടൻ ചോദിച്ചു, ഇത്രയും മിടുക്കനായി ഈ കുട്ടി അർദ്ധപട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച ഇവനെ നിങ്ങൾ TTCക്ക് വിടുന്നോ? ഇവനെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ട്. ഇവനെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കണം. ഞാൻ പുനലൂർ SN കോളേജിന്റെ ലോക്കൽ മാനേജരാണ്. യൂണിയൻ പ്രസിഡന്റ് നിലയിൽ ലോക്കൽ മാനേജരാണ്. ഇവന്റെ ഫീസ് ഞാൻ കൊടുത്തോളാം. വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. ഗുരു കൂടെ ഉണ്ടായിരുന്നിരിക്കണം. കോളേജിൽ പോകാൻ തുടങ്ങി. 2 വർഷവും എൻ്റെ ഫീസ് മുഴുവൻ അദ്ദേഹം കൊടുത്തു. വണ്ടിക്കൂലി എന്ന് KSRTC കൺസെഷൻ ടിക്കറ്റാ. അതിന് ഡേറ്റ് കഴിയുമ്പോൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാനങ്ങ് പോകും. ശനിയാഴ്ച അല്ലെങ്കിൽ അവധി ദിവസം. അടുത്ത ദിവസം വരുമ്പോൾ കൺസെഷൻ കാർഡ് എടുത്ത് കടയിൽ വെച്ചിരിക്കും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ കൊടുത്തായിരിക്കും. പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. അന്നുവരെ ഗുരുദേവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. വല്ലപ്പോഴും കൗമുദിയിൽ അടിച്ചു വരുന്നൊരു പടമല്ലാതെ എനിക്കൊന്നും അറിയില്ല. ആദ്യമായി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ 1ാമത്തെ ക്ലാസ് ചെല്ലുമ്പോൾ പുനലൂർ SN കോളേജിന്റെ മുന്നിൽ മഹാഗുരുവിന്റെ ഒരു വലിയ ചിത്രം വെച്ചിരിക്കുന്നു. കുറെ നേരം നോക്കി നിന്നുപോയി. ഇങ്ങനൊരു ഗുരു ഉള്ളത് കൊണ്ടാണ് SNDP യോഗമുണ്ടായത്, SN ട്രസ്റ്റ് ഉണ്ടായത്, പുനലൂർ യൂണിയൻ ഉണ്ടായത്, ശ്രീധര പണിക്കരേട്ടൻ പ്രസിഡന്റ് ആയത്. അതുകൊണ്ടാണ് എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത്. 1ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. അറ്റൻഡൻസ് എടുത്തു ഏരൂർ ജനാർദ്ദനൻ സാറ്. 50 വിദ്യാർത്ഥികളുടെ ബാച്ചിൽ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞ് സാറ് അറ്റൻഡൻസ് എടുത്ത ബുക്ക് മേശപ്പുറത്ത് വെച്ചപ്പോൾ ക്ലാസ് നിശബ്ദം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഹൃദയം വിങ്ങിക്കൊണ്ട് ഞാൻ ഒച്ചത്തിൽ ചോദിച്ചു, നിയന്ത്രണം പിടിച്ചു, സാർ ആരാണ് ഈ ശ്രീനാരായണൻ? ആ ചോദ്യം ഇന്നും തുടരുകയാണ്. സാർ കുറച്ച് പറഞ്ഞു തന്നു, കുറെ ബുക്ക് തന്നു. 1/2 നൂറ്റാണ്ടായി ഞാൻ ഇന്നും ഈ അന്വേഷണത്തിലാണ്. കണ്ടെത്തി തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല, പ്രസംഗിച്ച് തീർക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ നന്ദിക്ക് വേണ്ടി മാത്രമാണ് എത്ര ദൂരമായാലും, എരുമേലി ആയാലും, ചേർത്തല ആയാലും, എവിടെയായാലും ഏത് ബുദ്ധിമുട്ടി സഹിച്ചും 2ഉം 3ഉം പരിപാടികൾ ഏറ്റെടുക്കുന്നത് ഈ ഒരൊറ്റ നന്ദിക്ക് വേണ്ടിയാണ്. മഹാഗുരു ഇല്ലായിരുന്നെങ്കിൽ ആർ ശങ്കർ വരില്ല. ആർ ശങ്കർ വന്നില്ലെങ്കിൽ പുനലൂർ SN കോളേജ് വരില്ല. SN കോളേജ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ LP സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് പെൻഷനാകുമായിരുന്നു. എൻ്റെ കഥയല്ല. ഇതുപോലെ ആയിരങ്ങൾ, 10,000 കേരളത്തിൽ പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി കേരളത്തെ മാറ്റിമറിച്ചത് ഈ SN കോളേജുകൾ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചത് കൊണ്ടാ. പുനലൂരെന്ന് പറയുന്ന അക്കാലത്തെ കുഗ്രാമത്തിൽ ഒരു വലിയ മലയുടെ മണ്ടയിൽ ഒരു SN കോളേജ് സ്ഥാപിച്ചത് കൊണ്ടാണ് MM ബഷീർ, ഡോക്ടർ MM ബഷീർ ആയത്.
അല്ലെങ്കിൽ ഞാൻ ഇന്ന് TTC കഴിഞ്ഞ് LP സ്കൂൾ ഹെഡ് മാഷായിട്ട് പെൻഷനായനെ. മഹാഗുരു ഉള്ളത് കൊണ്ട്, ആർ ശങ്കർ ഉള്ളത് കൊണ്ട്, ശ്രീധരപ്പണിക്കരേട്ടൻ അവിടുത്തെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാനിടയായത്. അല്ലെ ഒരിക്കലും ഡോക്ടർ ആവില്ല.